മേഖലകളിലും വിശാലത ഉള്ള അള്ളാഹു, വിശാലത ചെയ്തു തരുന്ന അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബാസിത്ത് എന്ന ഇസ്മിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത്, അതിൻ്റെ ഗുണങ്ങൾ ഫലങ്ങൾ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. ഫളു യാ ബാസിത്ത് അൽ ബാസിത്തുലിൽ അർസാക്കി വൽ റഹ്മ. ബാസിത്ത് എന്ന ഇസ്മ് അത് സാമ്പത്തിക ഉയർച്ചയുണ്ടാകാൻ വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, റഹ്മത്തിന് വേണ്ടി എങ്ങനെ ചൊല്ലണം, എത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫമൻ അറാദ അയ്യറുസുക്കൽ മാൽ, ഒരാൾക്ക് സമ്പത്ത് വേണം, ഐശ്വര്യം വേണം. ജീവിക്കുന്ന കാലത്തോളം സമ്പത്തില്ലാതെ, പണമില്ലാതെ ഒരാൾക്കും ഇവിടെ അള്ളാഹുവിൻ്റെ ദുന്യാവിൽ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി, അതേപോലെ തന്നെ വലത് മക്കൾ, സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി, വസ്സാഅത ഫിൽ മഈഷ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ വിശാലത, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു കടമില്ലാതെ, ഒരു ടെൻഷനില്ലാതെ, ഒരു ദാരിദ്ര്യവുമില്ലാതെ ജീവിക്കാൻ, അതേപോലെ തന്നെ തൈസീറ ഉമൂറ ദുന്യ, ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം. ദുന്യാവിലുള്ള ജീവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ എളുപ്പമായി കിട്ടണം. എന്നാൽ അവൻ ചെയ്യേണ്ടത് ഫൽ യുദാവിം, അവൻ പതിവാക്കിക്കൊള്ളട്ടെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ പതിവാക്കിക്കൊള്ളട്ടെ. അലാ കൗലി ബാസിത്ത് ഇസ്നാനി മുസബുന മറ, 72 വട്ടം എല്ലാ ദിവസവും ഒരാൾ 72 വട്ടം യാ ബാസിത്ത് എന്ന ദിക്ർ ചൊല്ലിയാൽ, അത് 2 നിലക്ക് ചൊല്ലാം. യാ ബാസിത്ത് എന്ന് ചൊല്ലാം, യാ ബാസിത്ത്, യാ അള്ളാഹിനെ കൂട്ടി ചൊല്ലാം, അതാണ് നല്ലത്. ബഹു മുജറബിൻ, ഇത് മുജറബായ ഒരു അമലാണ്, മഹാന്മാർ പരിശോധിച്ച് ഫലം കിട്ടിയ ഒരു അമലാണ്. അപ്പോൾ ഇത് പതിവാക്കിയാൽ ജീവിതത്തിൽ വിശാലത ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, എല്ലാ നിലക്കുള്ള ഉയർച്ച ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, പതിവാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ ദിക്റിൻ്റെ ഇസ്മിൻ്റെ ബർക്കത്തുണ്ട് ജീവിതത്തിൽ ധാരാളം ഖൈറും ബർക്കത്തും സന്തോഷവും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.